ഇപ്പോൾ നമ്മൾ പവർ പോയിന്റ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. ഈ പവർ പോയിന്റിന്റെ കുറച്ചും കൂടി ഓപ്ഷൻസ് പറയാം. പവർ പോയിന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് മെനൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല, ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അതൊക്കെ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ലേഔട്ട്സ് ഇതെല്ലാം പറയാൻ വിട്ടുപോയതാണ്. സ്ലൈഡ് ഏതെല്ലാം ടൈപ്പ് ലേഔട്ട്സ് ഉണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് ഓരോ ലേഔട്ടും വെച്ചിട്ട് ഓരോ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് അടുത്തത് എടുക്കാൻ പോകുന്നത് ലേഔട്ട്സ് ഇൻ പേജ് മേക്കർ, അല്ല ഐ മീൻ പവർ പോയിന്റ്. അപ്പോൾ ഈ സ്ലൈഡ്സിലാണ് ലേഔട്ട്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ സ്ലൈഡ് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? അടുത്ത ടോപ്പിക് എന്താ എടുക്കാൻ പോകുന്നത്? സ്ലൈഡ് ലേഔട്ട്. സ്ലൈഡ് ലേഔട്ട് ആണ് എടുക്കാൻ പോകുന്നത്. വാട്ട് ആർ ദി സ്ലൈഡ് ലേഔട്ട്സ്? ഇപ്പം ഏതെല്ലാം സ്ലൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ദി ലേഔട്ട് ഓഫ് ദി സെലക്ടഡ് സ്ലൈഡ്. സ്ലൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദി ലേഔട്ട് ഓഫ് ദി സെലക്ടഡ് സ്ലൈഡ്. അതിന് നമ്മൾ സ്ലൈഡ് ലേഔട്ട് എന്ന് പറയാം. സെലക്ടഡ് സ്ലൈഡ് എഴുതിയിട്ട് തന്നെ പറയാം. സ്ലൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ദി ലേഔട്ട് ഓഫ് ദി സെലക്ടഡ് സ്ലൈഡിനെയാണ് നമ്മൾ എന്ത് പറയാം? സ്ലൈഡ് ലേഔട്ട്സ് എന്ന് പറയാം. ഇപ്പൊ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻസ് ഡിഫറെന്റ് ലേഔട്ട്സ് ഇൻ പവർ പോയിന്റ്. ഇപ്പൊ സ്ലൈഡ് ലേഔട്ട്സ് നോക്കിയിട്ട് നമുക്ക് ഏതെല്ലാം ടൈപ്പ് ലേഔട്ട്സ് ഉണ്ട്. അപ്പൊ ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ദി ലേഔട്ട് ഓഫ് ദി സെലക്ടഡ് സ്ലൈഡ്. ഞാൻ ഇതിൽ തന്നെ എൻ്റെ നോട്ട്സ് അടക്കം പറഞ്ഞിട്ട് തന്നെ എഴുതാം. സ്ലൈഡ് ലേഔട്ട്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദി ലേഔട്ട് ഓഫ് ദി സെലക്ടഡ് ലൈൻ. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇതാണ് ഫസ്റ്റ് ലേഔട്ട് വരുന്നത്, ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയും. ഫസ്റ്റ് ലേഔട്ട് ഏതാണ്? സ്ലൈഡ് ലേഔട്ട്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഏതാണ്? ഇത് ഹെഡിങ് ടൈപ്പാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ മതി. ഏതാണ് ഫസ്റ്റ് വണ്? ടൈറ്റിൽ സ്ലൈഡ്. നമുക്ക് അടുത്തതിൽ എഴുതാം, അടുത്ത മോഡലിൽ എഴുതാം. അത് ഇപ്പൊ ചേഞ്ച് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഈ ലേഔട്ടിലല്ലേ ഉണ്ടായിന്, ആ ലേഔട്ടിൽ നിന്ന് ഞാൻ ലേഔട്ട് എടുത്ത് മാറ്റി ടൈറ്റിൽ സ്ലൈഡിലാണ്. ഡീഫോൾട്ട് ആയിട്ട് ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയുന്ന ലേഔട്ടിലാണ് ഉണ്ടാവുക. അപ്പൊ ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയുന്ന ലേഔട്ട് എങ്ങനെയാണ്? ഒരു ടൈറ്റിലും ഒരു സബ് ടൈറ്റിലും. അപ്പൊ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതാ ഓരോ ടൈപ്പിലേക്കും, പിന്നെ ടൈറ്റിൽ ആൻഡ് കണ്ടൻസ് ആവും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയ സ്ലൈഡിന് വേറൊരു ലേഔട്ട് ആണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ സ്ലൈഡ് എടുക്കുക. അപ്പൊ സെക്കൻഡ് സ്ലൈഡാ വരുക. അപ്പൊ ഈ ഫസ്റ്റ് നമുക്ക് ഇതിലൊരു ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് ഏതാണ്? ടൈറ്റിൽ സ്ലൈഡ്. ടൈറ്റിൽ സ്ലൈഡ് ആദ്യത്തെയാണ്, അതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോട്ട്സ് ആയിട്ട്. ടൈറ്റിൽ സ്ലൈഡ് ആണ് ഫസ്റ്റ്. അപ്പൊ ആ ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈറ്റിൽ സ്ലൈഡിൽ എന്താ ഉണ്ടാവുക? ഒരു ടൈറ്റിലും ഒരു സബ് ടൈറ്റിലും അല്ലെ. ടൈറ്റിൽ സ്ലൈഡിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഒരു ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ. വൺ ടൈറ്റിൽ ആൻഡ് വൺ സബ് ടൈറ്റിൽ അല്ലെ. അതാണ് ടൈറ്റിൽ സ്ലൈഡ്. ഒന്നാമത്തെ ഫസ്റ്റ് വൺ ഏതാണ്? ടൈറ്റിൽ സ്ലൈഡ്. ഫസ്റ്റ് വൺ ഏതാണ്? ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയും. ഫസ്റ്റ് വണ് ടൈറ്റിൽ സ്ലൈഡ് ആണ് ലേഔട്ട്. ഫസ്റ്റ് അതിലെന്താ ഉണ്ടാവുക? വൺ ടൈറ്റിൽ ആൻഡ് വൺ സബ് ടൈറ്റിൽ. അത് ഇതാണ് ഫസ്റ്റിലേതിൽ, വൺ ടൈറ്റിലും വൺ സബ് ടൈറ്റിലും. അപ്പൊ സ്ലൈഡ് ലേഔട്ട്സിൽ ചേഞ്ച് ദി ലേഔട്ട് ഓഫ് ദി, അപ്പൊ ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത് ടൈറ്റിൽ സ്ലൈഡ് ആണ്. അതിൽ വൺ ടൈറ്റിൽ ആൻഡ് വൺ സബ് ടൈറ്റിൽ. സെക്കൻഡ് വൺ ഏതാണ്? ടൈറ്റിൽ ആൻഡ് കണ്ടൻസ്. സെക്കൻഡ് വൺ ടൈറ്റിൽ ആൻഡ് കണ്ടൻസ്. അതാണ് ഈ സ്ലൈഡ്. ഫസ്റ്റ് വൺ ടൈറ്റിൽ ആൻഡ് സ്ലൈഡ്. സെക്കൻഡ് വൺ ഏതാ? സെക്കൻഡ് വൺ ഏതാണ്? ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. സെക്കൻഡ് വൺ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ആണ് അടുത്തത്. അതാണ് ഇത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ആണ് നമ്മൾ ഇപ്പൊ എടുത്ത സാധനം. അതിൽ എന്തെല്ലാം വരുന്നുണ്ട്? ഒരു ടൈറ്റിലും നമുക്ക് ഇപ്പൊ പഠിക്കുന്നത് അല്ലെ, കണ്ടൻസും പഠിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ടൈറ്റിലും സബ് ടൈറ്റിലും വന്നത്, ഇപ്പൊ ടൈറ്റിൽ ആൻഡ് കണ്ടൻസ്. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരും? നമുക്ക് ഇങ്ങനെ ഗ്രാഫും
അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതിപ്പോൾ ഈ മോഡലല്ല, ഓൾറെഡി ഈ മോഡലാണ് ഉള്ളത്. അതിൽ നമുക്ക് ബുള്ളറ്റ് നമ്പറിങ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ലേഔട്ട് ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഏത് വെക്കണം, ടൈറ്റിൽ ആൻഡ് കണ്ടന്റിലെ ടൈപ്പിലാക്കണം ആക്കാം. ഇപ്പം ടൈറ്റിൽ ആൻഡ് കണ്ടൻസ് ആണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ, ടൈറ്റിൽ ആൻഡ് കണ്ടൻസ് കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് വരിക, ടൈറ്റിലും കണ്ടൻസും. ഇനി സെക്ഷൻ അടുത്തതാണ് സെക്ഷൻ ഹെഡർ. ഇതുപോലെ വരും. ഏത് മോഡലിലെ വരും സെക്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഏതാണ്, സെക്ഷൻ ഹെഡർ. ഇത് നമുക്ക് അടുത്തത് പുതിയ സ്ലൈഡായിട്ട് ന്യൂ സ്ലൈഡ്, അതിൽ നമുക്ക് ഏത് മോഡൽ എടുക്കാം. ഈ മോഡൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഏതെടുക്കാം, സെക്ഷൻ ഹെഡർ. ഒരു സെക്ഷൻ്റെ ഹെഡർ, ഇപ്പം സെക്ഷൻ ഹെഡർ തന്നെ അതിനൊരു ഹെഡിങ് കൊടുക്കാം അല്ലേ. ഇത് സെക്ഷൻ ഹെഡർ. അപ്പോൾ സെക്ഷൻ്റെ ഹെഡിങ് ആയിട്ടെല്ലാം വരുന്ന ടൈപ്പിലുള്ള സ്ലൈഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ലേഔട്ട് എടുക്കാം. ഏതെല്ലാം, ഒന്നാമത്തേത് ഏതാന്ന് പറഞ്ഞത്, ഒന്നാമത്തേത് ടൈറ്റിൽ സ്ലൈഡിന്റെ പേര് മാത്രം ഓർമ്മിച്ചാൽ മതി. ഒന്നാമത്തെ ലേഔട്ട് ടൈറ്റിൽ സ്ലൈഡ്, സെക്കൻഡ് വൺ ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, തേർഡ് വൺ സെക്ഷൻ ഹെഡർ. സെക്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്, ഒരു ഹെഡിങ്ങും അതിന്റെ അല്ലേ ഇങ്ങനെ അതാ ഈ ടൈപ്പിനെയാണ് നമ്മൾ സെക്കൻഡ് ഹെഡർ എന്ന് ഇത് പറയാം. ഇത് ടൈറ്റിൽ ഫസ്റ്റ് വൺ ഏതാണ്, ഫസ്റ്റ് വൺ ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് അല്ലേ, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്. പിന്നെ സെക്ഷൻ ഹെഡർ എന്ന് പറയുന്നതാണ് ഈ ടൈപ്പ്. നമുക്ക് അടുത്ത ഞാൻ ഓരോ ടൈപ്പും. അപ്പം അടുത്തത് ഇത് സെക്ഷൻ ഹെഡറിലാണ് ഉള്ളത്. നമുക്ക് അടുത്ത ലേഔട്ട് നോക്കാം. സെക്ഷൻ ഹെഡർ പറഞ്ഞിട്ട് ടു കണ്ടന്റ്. അടുത്തത് ഏതാണ്, ടു കണ്ടന്റ്. ഈ ലേഔട്ടിന് എന്താ വരുക, ടു കണ്ടന്റ് എന്ന് പറയും. ടു കണ്ടന്റ് വരുന്നത് എങ്ങനെയാ, ഒരു ഹെഡിങ്ങും നമുക്ക് സബ് ടൈറ്റിലായിട്ട് എന്ത് ചെയ്യാം, രണ്ട് കണ്ടന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ. കോളം ബേസിൽ കൊടുക്കുന്ന പോലെ ടു കണ്ടന്റിന്റെ ലേഔട്ടാണ് ഇത്. ടു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് ഇവിടെ, അതും സബ് ഹെഡിങ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഞാൻ എന്ത് പറയാ, ടു കണ്ടന്റ് ലേഔട്ട്സ് എന്ന് പറയാം. നമുക്കിങ്ങനെ കോഴ്സസ് എന്നെല്ലാം പറഞ്ഞ് സബ് ഹെഡിങ് ഇങ്ങനെയുള്ള ടൈപ്പ് എടുക്കാനാണ് ടു കണ്ടന്റ് എന്ന് പറയുന്ന ലേഔട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ചേഴ്സ് എല്ലാം ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ടൻസ് കൊടുത്തത് കൊണ്ടാണ് അവർ ഇത് ആക്റ്റീവ് ആവാത്തത്. അപ്പോൾ കണ്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ആക്റ്റീവ് ആവും. നമുക്ക് വേണമെങ്കിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം, ഇവിടുന്ന് ഡയറക്റ്റ് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം. ആ ടു കണ്ടൻസിൽ പിക്ചേഴ്സ് ഒന്നും കാണുന്നില്ല. പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ കണ്ടൻസും വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഒരേ ടൈമിൽ കണ്ടൻസും പിക്ചറും ആവുന്നില്ല. നമുക്ക് ഇവിടെ കണ്ടന്റും ഇവിടെ പിക്ചേഴ്സ്, ഗ്രാഫ്സ്, എന്തെല്ലാം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, സ്മാർട്ട് ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പിക്ചേഴ്സ്, ക്ലിപ്പ് ആർട്ട്, മീഡിയ ക്ലിപ്പ് എല്ലാം ഇതിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ടേബിൾ ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ വേർഡിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്ത പോലെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ടു കണ്ടന്റിൽ. അതുപോലെ ഇതിലും പറ്റും, ഇതിലും പറ്റും കേട്ടോ. ഇതിൽ നമ്മൾ ടൈറ്റിൽസ് കൊടുത്തോണ്ടാണ് അത് മാത്രം വന്നേ. ഇപ്പൊ പിക്ചേഴ്സും കണ്ടന്റ് എല്ലാം നമുക്ക് ഇങ്ങനെയില്ലാതാ വേണ്ടത് കൊടുക്കാം. അപ്പൊ പിക്ചേഴ്സ് വേണ്ട, ഇങ്ങനെ കണ്ടന്റ്സ് മാത്രമേ വേണ്ടെങ്കിൽ ഒരു സൈഡിൽ കണ്ടന്റ്സും. ഇതാണ് ടു കണ്ടന്റ് ലേഔട്ട്. പേര് മാത്രം ഓർമ്മിച്ചാൽ മതി. ഞാൻ ഓരോ ലേഔട്ടും എങ്ങനെയാണ്, ഒന്ന് സ്ലൈഡ് ലേഔട്ടിൽ ടൈറ്റിൽസ് ഓൺലി, ഇതിൽ ടൈറ്റിൽസ് ആൻഡ് വൺ സബ് ടൈറ്റിൽ അല്ലേ. പിന്നെ ടൈറ്റിൽ ആൻഡ് കണ്ടൻസ്, നെക്സ്റ്റ് സെക്ഷൻ ഹെഡർ, പിന്നെ ടു കണ്ടന്റ്. അടുത്തത് ടു കണ്ടന്റ് കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ ഹെഡർ വന്നു, ടു കണ്ടന്റ്. കമ്പാരിസൺ ഇത് ഏകദേശം ഒന്ന് തന്നെ അല്ലേ. ടു കണ്ടന്റും കമ്പാരിസണും. കമ്പാരിസൺ ഇപ്പൊ നമുക്ക് റാമും കമ്പാരിസൺ എന്ന് പറയുന്ന ഇതില് നമുക്കിപ്പം റോം കമ്പയർ ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, റാമും റോമും കമ്പയർ ചെയ്യണം. അപ്പൊ കമ്പാരിസൺ. അപ്പൊ
ഇപ്പം റാം റാൻഡം ആക്സസ് മെമ്മറി റീഡ് ഓൺലി അല്ലേ, റീഡ് ഓൺലി ഇങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം എഴുതണമെങ്കിൽ റീഡ് ഓൺലി മെമ്മറി ആണ് അല്ല റീഡ് റൈറ്റ് മെമ്മറി അല്ലേ, റീഡ് റൈറ്റ് പിന്നെ എന്താണെന്ന് പ്രത്യേകത വോളറ്റൈൽ അല്ലേ, ഇതെല്ലാം നിങ്ങൾ PC ഹാർഡ്വെയറിൽ പഠിച്ചായിരിക്കും. ഇപ്പോൾ ഇവിടെ റോം നോൺ വോളറ്റൈൽ. അപ്പം ഇങ്ങനത്തെ കമ്പാരിസൺ എല്ലാം എഴുതണമെങ്കിൽ അതിനൊരു ഹെഡിങ്ങും വരും അല്ലെ, നേരത്തെ 2 കണ്ടന്റിൽ ഹെഡിങ് വരുന്നുണ്ടായിട്ടില്ല, ഇതിലൊരു ഹെഡിങ്ങും കമ്പാരിസൺ വേണ്ടെങ്കിൽ ഈ ടൈപ്പ് ലേഔട്ട് യൂസ് ചെയ്താൽ മതി. കമ്പാരിസൺ വേണ്ടിയിട്ട് നിങ്ങൾ ബുള്ളറ്റ് നമ്പറിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പാരിസൺ എന്ന് പറഞ്ഞ ഒരു സ്ലൈഡിന്റെ ലേഔട്ട് ടൈപ്പ് തന്നെ ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് എടുക്കുക. ഏത് കമ്പാരിസൺ, കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇതെടുത്തിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ ടൈറ്റിലും കൊടുത്ത് സബ് ടൈറ്റിലും കൊടുത്ത് നല്ല ഓർഡറിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ കമ്പാരിസൺ എന്ന് പറയുന്ന ലേഔട്ട്. നെക്സ്റ്റ് ലേഔട്ട് ആണ് കമ്പാരിസൺ എന്ന് പറയുന്ന ലേഔട്ട് ടൈറ്റിൽ ഓൺലി. അപ്പൊ ഇത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. വാട്ട് ആർ ദി ഡിഫറെന്റ് ലേഔട്ട്സ് ഇൻ പവർ പോയിന്റ്. ഇത് ഈസി ആയിട്ട് എഴുതിയാൽ പറ്റുന്നതാണ്. ഒന്ന് ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, 2 കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി. അടുത്തത് ഏതാ വരുന്നത്, കമ്പാരിസൺ കഴിഞ്ഞാൽ ടൈറ്റിൽ ഓൺലി, ടൈറ്റിൽ ഓൺലി. നമുക്കിതൊരു ക്ലാസ് പോലെ ഇത് ഡിഫറെന്റ് സ്ലൈഡുമായി അല്ലേ, ഓരോ ലേഔട്ടും വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓർമ്മയുണ്ടാവില്ലേ. ഓക്കെ, ടൈറ്റിൽസ് ടൈറ്റിൽ. അടുത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഏതാ, ടൈറ്റിൽ ഓൺലി. ആറാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ആറാമത്തെ തന്നെ അല്ലേ ടൈറ്റിൽ ഓൺലി, അതെ ടൈറ്റിൽ ഓൺലി. ആറാമത്തെ സ്ലൈഡ് നമ്മൾ ടൈറ്റിൽ ഓൺലി. അപ്പം ടൈറ്റിൽസ് മാത്രം ആക്കാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് ടൈറ്റിൽ ഓൺലി. പിന്നെ പ്രസന്റേഷൻ ആണ് അടുത്തത്. നമുക്കൊരു ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ ന്യൂ സ്ലൈഡ് ചെയ്താൽ മതി കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാങ്ക് പ്രസന്റേഷൻ. ബ്ലാങ്ക് എടുത്താൽ നമുക്ക് ഇഷ്ടമില്ല, 2 വന്നു പോയാൽ ഡിലീറ്റ് ചെയ്ത് 2 വന്നു പോയാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക കേട്ടോ. ഡിലീറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാങ്ക് ആകുമ്പോൾ നമുക്ക് ബ്ലാങ്കിലാകുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് എടുത്ത് വരച്ചാൽ നമുക്ക് അതേ സാധാരണ പോലെ ചെയ്യാം. അപ്പോൾ ബ്ലാങ്ക്, അതിൽ ടെക്സ്റ്റ് ബോക്സ് എടുത്ത് വരക്കണം, ബ്ലാങ്ക് പ്രസന്റേഷൻ. ബ്ലാങ്ക് പ്രസന്റേഷൻ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല പോലെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. സ്റ്റാർ എല്ലാം വേണമെങ്കിൽ സ്റ്റാർ വരക്കാം, ട്രയാങ്കിൾ വേണമെങ്കിൽ ട്രയാങ്കിൾ വരക്കാം, വലിയ ആനിമേഷൻ കളറെല്ലാം ചേഞ്ച് ചെയ്യണം. ഇതെല്ലാം പിന്നെ അറിയുന്നില്ല അല്ലേ, ഫോർമാറ്റ് എടുത്ത് ഷേപ്പ് ഫില്ലെല്ലാം ചെയ്ത് മറ്റേലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ബ്ലാങ്കിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല ടൈപ്പിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇത് ബ്ലാങ്ക് പ്രസന്റേഷൻ. ബ്ലാങ്ക് ലേഔട്ടിൽ അടുത്ത് വരുന്നത് ഏതാണ്, ബ്ലാങ്ക്. നെക്സ്റ്റ് വരുന്നത് കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ. നമുക്ക് അടുത്തത് ന്യൂ സ്ലൈഡ് എടുത്തിട്ട് അതിൻ്റെ ഏതാണ്ട് കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ. അടുത്ത ഓപ്ഷൻ ഏതാണ്, 9 വരുന്നത്. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, 2 കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ. അടുത്തത് കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ. കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ നമുക്ക് അതായത് ഈ മോഡലിൽ വേണം, കണ്ടന്റും ക്യാപ്ഷനും എല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കണ്ടന്റ്സും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇപ്പം മെയിൻ കണ്ടന്റും അല്ല ക്യാപ്ഷൻ, ഈ ഒരു പിക്ചറോ സംഭവം എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ കണ്ടന്റും ക്യാപ്ഷനും എല്ലാം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ. ഈ ടൈപ്പ് മോഡൽ എന്തെങ്കിലും സ്ലൈഡ് പ്രസന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ. ഇപ്പം റോസ് എന്ന് പറഞ്ഞിട്ട് റോസിൻ്റെ ഇങ്ങനെ അല്ല പിക്ചേഴ്സ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ബനാന, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, മാംഗോ അങ്ങനെ. എന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ. അതിനൊക്കെയാണ് നല്ലത് റാം, റോം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറീസ്. കമ്പ്യൂട്ടർ മെമ്മറിയിൽ പ്രൈമറി,
സെക്കൻഡറി, ഇത് എക്സാമ്പിൾ പറയുന്നതാണ്. സെക്കൻഡറി എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഉണ്ട് വെച്ചു. ടൈപ്പ് ചെയ്ത് പറയുമ്പോൾ ടൈം എടുക്കുന്നല്ലോ. അപ്പോൾ ഇത്രയായി. ഇനി അതിൻ്റെ ഡീറ്റെയിൽ പ്രൈമറി മെമ്മറി എന്താണ്, അതിൻ്റെ പ്രൈമറി, അതിൻ്റെ പ്രൈമറിയിൽ റാം, റോം, അങ്ങനെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടമില്ല ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, ഈ ലേഔട്ടിൻ്റെ പേര് മാത്രം ഓർമ്മിച്ച് വെക്കണ്ടേ, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ. കണ്ടൻസ് വിത്ത് ക്യാപ്ഷൻ, കണ്ടന്റിന് ക്യാപ്ഷൻ കൊടുക്കുന്ന ഏതാണ്, ഇത് യൂസ് ചെയ്യുക. കണ്ടൻസ് വിത്ത് ക്യാപ്ഷൻ ആണ് അടുത്ത ഓപ്ഷൻ, കണ്ടൻസ് വിത്ത് ക്യാപ്ഷൻ. അപ്പൊ ഇതിന്റെ ഹെഡിങ് നമുക്ക് അങ്ങനെ എഴുതാം അല്ലെ, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ. കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, ഇതാണ് അടുത്ത ലേഔട്ട്. എല്ലാ ലേഔട്ടും നമ്മളൊന്ന് പരിചയപ്പെടുന്നതാണ്. കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ ആണ് അടുത്ത ലേഔട്ട്. നെക്സ്റ്റ് ലേഔട്ട് എന്ന് പറയുന്നത് ഏതാണ്, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. നെക്സ്റ്റ് അടുത്ത ലേഔട്ട്, ഇത് ചേഞ്ച് ചെയ്ത ഈ ലേഔട്ട് അല്ലേ ചേഞ്ച് ചെയ്യുക, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലൈഡ്, 9ാമത്തെ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ലേഔട്ട് മാറ്റുക. അതിൻ്റെ ലേഔട്ട് നമുക്ക് ഏത് മാറ്റാം, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. അപ്പൊ അടുത്തത് PICT, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഇതാണ് അടുത്ത ലേഔട്ട്. അപ്പൊ നമുക്ക് ഇവിടെ പിക്ചർ ഇൻസേർട്ട് ചെയ്ത് പിക്ചർ ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ ഏത് ലേഔട്ട് യൂസ് ചെയ്യാം, ലേഔട്ടിൽ പിക്ചർ വിത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്താൽ അടുത്ത ലേഔട്ട്. അതിൽ നമുക്കൊരു പിക്ചറും ക്യാപ്ഷനും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് സ്ലൈഡ് എടുത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, ഏതെടുത്താൽ മതി, പിക്ചർ വിത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്ന ലേഔട്ട് എടുത്താൽ മതി. ഏതെടുക്കണ്ടേ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ എന്ന് വെച്ചാൽ പിക്ചറും ക്യാപ്ഷൻ 9ാമത്തെ ലേഔട്ടാണ്. ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഈ പിക്ചർ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ അതിനൊരു ക്യാപ്ഷൻ, ഹൗസ് എന്നോ എന്തൊക്കെ, അതായത് നമുക്കൊരു ക്യാപ്ഷനും കൊടുത്ത് ഒരു പിക്ചറും ചെയ്യണമെങ്കിൽ ഏത് ലേഔട്ട് എടുത്താൽ മതി, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് എന്തുള്ളത്, സ്ലൈഡ് ലേഔട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലൈഡ് ലേഔട്ട്സിൽ വരുന്നത് ടൈറ്റിൽ സ്ലൈഡ്. അപ്പോൾ നമുക്ക് ഓരോ സ്ലൈഡ് ആയിട്ട് തന്നെ നോക്കാം അല്ലേ. സ്ലൈഡ് ലേഔട്ട്സിൽ വരുന്നത് ചേഞ്ച് ദി ലേഔട്ട് ഓഫ് സെലക്ടഡ് സ്ലൈഡിന്, സ്ലൈഡ് ഇതിനെ നമുക്ക് ടൈറ്റിൽ സ്ലൈഡ് എന്ന് എഴുതാം, അതിൻ്റെ ഹെഡിങ് ഓരോ സ്ലൈഡിനെ പറ്റി. ഇത് ടൈറ്റിൽ സ്ലൈഡ് എന്ന് പറയും അല്ലേ. ഒരു ലേഔട്ട്, 1ാമത്തെ ലേഔട്ട് ടൈറ്റിൽ സ്ലൈഡ് ലേഔട്ട്. 2ാമത്തേത് എന്താണ്, ഈ ഹെഡിങ് കൊടുക്കണ്ട, നമുക്ക് 1 ടൈറ്റിൽ ആൻഡ് അത് മറ്റേ ടൈറ്റിൽ ആൻഡ് കണ്ടൻസ്. ടൈറ്റിൽ ആൻഡ് കണ്ടൻസ് എന്ന് പറയുന്നത് അടുത്തത്, ടൈറ്റിലും അതിൻ്റെ കണ്ടൻസും. ഒരു ടൈറ്റിൽ ആൻഡ് കണ്ടൻസ്, ടൈറ്റിലും ഇൻസേർട്ട് ടൈറ്റിൽ ആൻഡ് കണ്ടൻസ് വേണമെങ്കിൽ ഒരു പോയിന്റ് അങ്ങനെ എഴുതാം. ആൻഡ് കണ്ടൻസ്. 2ാമത്തെ സ്ലൈഡ് ലേഔട്ട്. 1ാമത്തേത് ടൈറ്റിൽ ആൻഡ് ടൈറ്റിൽ സ്ലൈഡ്. 1ാമത്തേത് ഏതാ, ടൈറ്റിൽ സ്ലൈഡ്. 2ാമത്തേത് ടൈറ്റിൽ ആൻഡ് കണ്ടൻസ് എന്ന് പറയുന്നത്. 1ാമത്തേത് ടൈറ്റിൽ സ്ലൈഡ്, മറ്റേത് ടൈറ്റിൽ ആൻഡ് കണ്ടൻസ്. 3ാമത്തേത് സെക്ഷൻ ഹെഡർ അല്ലേ. ഇത് സൈസ് എല്ലാം കൂട്ടുന്നതിൽ സാധാരണ പോലെ കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ബോൾഡ്, ഇറ്റാലിക്സ് എല്ലാം ആക്കാം. സെക്ഷൻ ഹെഡർ ആണ് അടുത്ത. സെക്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോഡൽ അല്ലേ, ഒരു ടെക്സ്റ്റ് ബോക്സും ഒരു സെക്ഷന്റെ ഹെഡിങ് കൊടുക്കുന്നതിന് പോലെയാണ് സെക്ഷൻ ഹെഡർ എന്ന് പറയുന്ന ഓപ്ഷൻ. സെക്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ 3ാമത്തെ ലേഔട്ട്. നെക്സ്റ്റ് ടു കണ്ടന്റ് 2, മറ്റേത് ഒരു സൈഡ് മാത്രമേ ഉണ്ടായാലും നമുക്ക് 2 രീതിയിൽ കണ്ടന്റ് അറേഞ്ച് ചെയ്യുന്നതിന് ടു കണ്ടന്റ് ലേഔട്ട്. നെക്സ്റ്റ് കമ്പാരിസൺ ലേഔട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം 2 കമ്പാരിസണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലേഔട്ടാണ് കമ്പാരിസൺ ലേഔട്ട്. നിങ്ങൾ ഈ പേര് മാത്രം എഴുതിയാൽ മതി. 9 ലേഔട്ടിനെ പറ്റിയിട്ട് അല്ലെ, എൻ്റെ പേര് മാത്രമേ ജസ്റ്റ് എഴുതണ്ടു. നോട്ട്സ് ഞാൻ ആക്കിത്തരാം. ടൈറ്റിൽ ഓൺലി, അടുത്ത ലേഔട്ട് ഏതാ, ടൈറ്റിൽ ഓൺലി എന്ന് പറയുന്ന ലേഔട്ട് ഉണ്ട്. അതിൽ ടൈറ്റിൽസ് മാത്രം. അപ്പം നിങ്ങൾ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ഡിഫറെൻറ്റ് ലേഔട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ പഠിക്കുമ്പോൾ. പിന്നെ ഇന്ന് വരുന്നത് ഏതാ, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. എന്ത് ടെക്സ്റ്റ് ബോക്സും ഡ്രോയിങ് ടൂൾസ് എല്ലാം വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. നെക്സ്റ്റ് 8ാമത്തേത് വരുന്നതാണ് കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ.
കണ്ടന്റും കുറച്ച് കണ്ടന്റും അതിന് ക്യാപ്ഷനും കൊടുക്കാൻ പറ്റുന്ന ലേഔട്ടാണ് കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ. അടുത്ത ലേഔട്ട് പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഇത്രയാണ് പിക്ചർ. ഇത്രയാണ് ലേഔട്ട്സ് ഇൻ ഏത് വാട്ട് ആർ ദി ഡിഫറെന്റ് ലേഔട്ട്സ് ഇൻ പവർ പോയിന്റ് ചോദിച്ചാൽ 9 ലേഔട്ട്സിനെ പറ്റി പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ആനിമേഷൻ ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം അല്ലേ? ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ എന്താ വേണ്ടേ? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിലുണ്ടാവും ഡിസൈനിൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഗ്രാഫിക്സ്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ട്. അപ്പൊ ഇതിലില്ല തന്നെ വേണമെങ്കിൽ ഇത് ജസ്റ്റ് കൊടുക്കുക. മോഡല് സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇത് ഓരോ മോഡൽ, ഇതിൽ ബിൽറ്റിനായിട്ടുള്ള മോഡൽസ് ആണ്. ഇത് നമ്മൾ ചെയ്ത ഓരോന്നിനും ഏത് മോഡൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് റൺ ചെയ്യാൻ എന്താ വേണ്ടേ? F5 പ്രസ് ചെയ്യുക, മൗസ് ക്ലിക്കിൽ ടൈറ്റിൽ ആൻഡ് സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടൻസ്, നമ്മളതിൻ്റെ സെക്ഷൻ ഹെഡർ, 2 കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക് പ്രസന്റേഷൻ, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഞാൻ ജസ്റ്റ് സ്ലൈഡ് സിമ്പിളായി സ്ലൈഡ് ഉണ്ടാക്കി. ഇനി ആനിമേഷൻ കൊടുക്കേണ്ടതെല്ലാം മറന്നുപോയാ? ആനിമേഷനിൽ എന്ത് കൊടുക്കുക? ക്ലിക്ക് ചെയ്യാം ആദ്യം, എന്നിട്ട് ക്ലിക്ക് സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം അപ്പിയർ ഏത് മോഡലിൽ വേണം, ഫെയ്ഡ് ആയിട്ട് വേണോ, അപ്പോൾ ഓരോന്നിനും ഓരോ ആനിമേഷൻ കൊടുക്കുക. സെലക്ട് ചെയ്യാത്തതുകൊണ്ട് ഫ്ലൈയിന്. അപ്പം ആനിമേഷൻ ടൈപ്പ് നണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ആനിമേഷനും ഇല്ല. വേറൊരു ആനിമേഷനാണ് അപ്പിയർ, വേറൊരു ആനിമേഷൻ ടൈപ്പാണ് ഏത്? ഫെയ്ഡ്. വേറൊരു ആനിമേഷൻ ടൈപ്പാണ് ഏത്? ഫ്ലൈയിൻ, പറന്ന് വരുന്ന പോലെ. പിന്നെ വേറൊരു ടൈപ്പ് എന്താണത്? ഫ്ലോട്ടിൻ. ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞാണ് സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ വരും. വൈപ്പായിട്ട് ആനിമേഷൻ വരും. ഷേപ്പ്, ആ ഷേപ്പിൽ ആനിമേഷൻ വരും. വീൽ, ആ ടൈപ്പ്. ഇതല്ല നിങ്ങൾ ലാബ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഈസി ആയിട്ട് തോന്നും. അതിൻ്റെ തിയറിറ്റിക്കലി പറയേണ്ടതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് എന്താ ടൈമിംഗ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഡ്യൂറേഷൻ, ഡിലേ എന്നെല്ലാം പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓരോന്നിൻ്റെ എഫക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഏത് സ്ലൈഡ് ലേഔട്ട് ചോദിച്ചാൽ ചെയ്യേണ്ടത്. സ്ലൈഡ് വാട്ട് ഈസ്, പിന്നെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യലും റൺ ചെയ്യലെല്ലാം നമ്മൾ ഏതിലാണ് ചെയ്യുക? ലാബ് ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എങ്ങനെയാണ് എന്താ തിയറി ഇപ്പം പറഞ്ഞത്? ഡിസൈനിൽ ലേഔട്ട്സ് അല്ലെ, ഹോമിൽ ഡിസൈനിൽ ഡിഫറെൻറ്റ് ലേഔട്ട്സിനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മൾ ആ ലേഔട്ടിന് ഈ മോഡൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെല്ലാം മോഡൽ വന്നത്. ഓക്കെ, അത് പോണെങ്കിൽ എന്ത് ചെയ്യണം? ഡിസൈനിൽ ബ്ലാങ്ക് ഉണ്ടാവും, നണ്ണ് സിമ്പിൾ ആയത് ഇതാണ് കോമ്പോസിറ്റ്. അല്ലെ തീംസിന് എനിക്ക് തീംസ് തിയറിയിൽ പറയാത്തതുകൊണ്ടാണ് ഇനി പറയാൻ. തീംസിലെ കുറേ കോൺകോസിൻ്റെ ഒന്ന് പേര് ഓർമ്മിക്കാൻ പണിയായിരിക്കും. കോമ്പോസിറ്റ്, ക്ലാരിറ്റി എന്നെല്ലാം പറഞ്ഞാൽ കുറേ തീംസ് ഉണ്ട്. സിവിക്സ്, ബ്ലാക്ക് ടൈല്, ഓസ്റ്റിൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തീം. ആസ്പെക്റ്റ്, തീം തിയറി പറയാത്തതുകൊണ്ടാണ്. അപ്പോത്തിക്രേ, അത് ഓരോ കളറിൻ്റെ പേരാണ്. അപ്പെക്സ്, ആംഗിള് എന്നെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറേ തീംസ് ഉണ്ട്. അഡ്ജസൻസി, ഇതെല്ലാം ഡിഫറെൻറ്റ് തീംസ് ആണ് ഡീഫോൾട്ടായിട്ട് ഇതിലില്ലേ. ഓക്കെ, ഇനി ഇതിൽ പേജ് സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ലൈഡിൻ്റെ സൈസ്, അത് പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ? ഡീഫോൾട്ടായിട്ട് ലാൻഡ്സ്കേപ്പ് ഉണ്ടാവുക അല്ലെ? പവർ പോയിന്റ് പൊതുവെ ലാൻഡ്സ്കേപ്പിലല്ലേ ഉണ്ടാവുക. അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് സ്ക്രീനിൻ്റെ ഷോർട്ടും ഏത് രീതിയിൽ പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ A3 പേപ്പർ വേണോ A4 ഷീറ്റ് വേണോ അങ്ങനെയില്ല കമ്പാരിസൺ ആണ് ഏത് വരുന്നത്. പിന്നെ സ്ലൈഡിൻ്റെ ഓറിയൻറ്റേഷൻ ഡീഫോൾട്ടായിട്ട് ലാൻഡ്സ്കേപ്പാണ് ഉണ്ടാവുക, അത് ഓർമ്മിക്കണേ. പവർ പോയിന്റിൽ ഡീഫോൾട്ട് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പാണ്. ബാക്കി നമ്മൾ വേർഡിലെല്ലാം പോർട്രേറ്റ് അല്ലേ, എക്സലിൽ പോർട്രേറ്റ് അല്ലേ, അതായത് ഇങ്ങനെ പോർട്രേറ്റ് ആട്ടെ, ഇതിൽ ലാൻഡ്സ്കേപ്പാണ്. നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രിന്റ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക പവർ പോയിന്റിൽ. അപ്പോൾ ഇത്രയാണ് ഡിസൈനിൽ ഏതാ നമ്മൾ പറഞ്ഞത്. ഹോമിൽ ലേഔട്ട് നിങ്ങൾക്ക് ഇല്ലതുകൊണ്ട് ഇത്രയും ലേഔട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, 2 കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ദീസ് ആർ ദി ഓപ്ഷൻസ് ഇൻ ലേഔട്ട്. നെക്സ്റ്റ് ട്രാൻസിഷൻ എല്ലാം പറഞ്ഞാണ് അല്ലേ.
ഇൻസേർട്ടിൽ നമുക്ക് ആവശ്യമില്ല. ഹോമിൽ പിന്നെ റീസെറ്റ് ദി പൊസിഷൻ സൈസ് ആൻഡ് ഫോർമാറ്റിംഗ് ഓഫ് ദി സ്ലൈഡ് പ്ലേസ് ഹോൾഡർ ടു ദ ഡീഫോൾട്ട് സെറ്റിംഗ്. റീസെറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സിലേക്ക് പോകും എല്ലാ കാര്യങ്ങളും. സെക്ഷൻ ഹെഡർ, സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ് സെക്ഷൻ. ആഡ് ന്യൂ സെക്ഷൻ ടു യുവർ പ്രസന്റേഷൻ. നമുക്കൊരു സെക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരുപാട് സ്ലൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു സെക്ഷൻ, അടുത്തത് വേറെ ഒരു സെക്ഷൻ, അങ്ങനെ ചെയ്യുന്നതിനാണ് ആഡ് സെക്ഷൻ എന്ന് പറയാം. എല്ലാം കൊളാപ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്നിച്ച്, ഇപ്പൊ കുറേ ഉണ്ടെങ്കിൽ കൊളാപ്സ് കൊടുത്താൽ എന്ത് ചെയ്യും, ഇങ്ങനെ കാണും. ഒന്നിച്ച് നമുക്ക് അതായത് അപ്പൊ അത് മാറ്റിയിട്ട് എക്സ്പാൻഡ്. കൊളാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കൊളാപ്സ് ചെയ്തിട്ട് വരും. എക്സ്പാൻഡ് ദി സെലക്ഷൻ കൊടുത്താൽ എന്ത് ചെയ്യും, സെക്ഷൻ എക്സ്പാൻഡ്. അങ്ങനെയില്ല. റീനെയിം സെക്ഷൻ, ഓരോ സെക്ഷന് പേരും. അൺടൈറ്റിൽഡ് സെക്ഷൻ, അൺടൈറ്റിൽഡ് എന്നല്ലേനും ആണെങ്കിൽ സെക്ഷന്റെ പേര്. ഫസ്റ്റ് സെക്ഷൻ, ഓരോ സെക്ഷൻ ഓരോ പേര് കൊടുക്കുന്നതിനാണ് എന്ത് പറയാ, സെക്ഷൻ. ആഡ് സെക്ഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു സെക്ഷൻ, നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ, ആ സെക്ഷന് വേറൊരു പേര് കൊടുക്കും. സെക്ഷൻ കൊടുത്തപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ ആക്കിയിട്ട് ഇത്രയും ഒരു സെക്ഷൻ ആയിട്ട് വേണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, സെക്ഷൻ, ആഡ് സെക്ഷൻ. ഫസ്റ്റ് ഇതിന് ഫസ്റ്റ് എന്നുള്ളൊരു സെക്ഷൻ, ഇനി സെക്കൻഡ് എന്നുള്ളൊരു സെക്ഷൻ. ഒരു പേര് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, നമ്മളിവിടെ സെക്ഷൻ വെച്ചിട്ട്. അപ്പൊ സെക്ഷൻ എന്താ, ഈ സെക്ഷന്റെ ആവശ്യം എന്താണ്, ഓർഗനൈസ് യുവർ സ്ലൈഡ് ഇൻ ടു സെക്ഷൻസ്. ഒരുപാട് 10-100 സെക്ഷൻ സ്ലൈഡ് ഉണ്ട്. നമുക്ക് ഓരോ സെക്ഷനും ഓരോ 5 സ്ലൈഡിന് ഒരു സെക്ഷൻ, അടുത്ത 5 സ്ലൈഡിന് വേറെ. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു 5 സ്ലൈഡ് ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ വേറെ ഒരു 5 സ്ലൈഡ് എല്ലാം കൊടുക്കണമെങ്കിലാണ് ഈ സെക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. റിമൂവ് സെക്ഷൻ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത എല്ലാ സെക്ഷനും ഡിലീറ്റ് ആവും. അതാണ് സെക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. തിയറിയിൽ ഉണ്ടോയെന്ന് പറയാമെങ്കിൽ. അപ്പോൾ ലേഔട്ട് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു 10-100 സ്ലൈഡ് ഉണ്ടെങ്കിൽ അതിന് ഓരോ സെക്ഷനായിട്ട് നെയിം വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സെക്ഷൻ. ട്രാൻസിഷൻ പറഞ്ഞതല്ലേ, എല്ലാം പറഞ്ഞതാണ്. ആനിമേഷനും പറഞ്ഞാണ്. ഇനി സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ എന്ന ഫ്രം ബിഗനിങ്. സ്ലൈഡ് ഷോയിൽ വരുന്ന ഓപ്ഷൻ ഫ്രം ബിഗനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ വരും അല്ലേ. നമ്മൾ കൊടുത്തിട്ട് ഇതിപ്പോൾ ആദ്യം മുതലേ വന്നു അല്ലേ, അതാണ് ഫ്രം ബിഗനിങ്. ഫ്രം കറണ്ട് സ്ലൈഡ്. അപ്പം സ്ലൈഡ് ഷോയിൽ ഏതെല്ലാം ഓപ്ഷനാണ് വരുന്നത്, വാട്ട് ആർ ദി ഓപ്ഷൻസ് അവൈലബിൾ ഓൺ സ്ലൈഡ് ഷോ എന്ന് ചോദിച്ചാൽ സ്ലൈഡ് ഷോയിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ആർ ദി ഓപ്ഷൻസ് അവൈലബിൾ ഓൺ സ്ലൈഡ് ഷോ. ഫസ്റ്റ് ഫ്രം ബിഗനിങ്. ഫ്രം ബിഗനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഫ്രം ദി ഫസ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് സ്ലൈഡിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് പറയാ, ഫ്രം ബിഗനിങ്. നെക്സ്റ്റ് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3-ാമത്തെ സ്ലൈഡിലാണ് കേഴ്സർ ഉള്ളത്. ഫ്രം കറണ്ട് സ്ലൈഡ് കൊടുത്താൽ 3-ാമത്തെ സ്ലൈഡ് മുതലാണ് തുടങ്ങുക. കണ്ടോ, അതാണ് അടുത്ത ഓപ്ഷൻ. അതിൽ എവിടെ വന്നത്, സ്ലൈഡ് ഷോയിൽ വരുന്ന ഓപ്ഷൻസ് ഫ്രം ബിഗനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, ബ്രോഡ്കാസ്റ്റ് സ്ലൈഡ് ഷോ. ബ്രോഡ്കാസ്റ്റ് ദി സ്ലൈഡ് ഷോ ടു റിമോട്ട് വ്യൂവേഴ്സ്. യു ക്യാൻ വാച്ച് ഇൻ വെബ് ബ്രൗസർ. വെബ് ബ്രൗസറിൽ നെറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് ഈ സ്ലൈഡ് വേറെ സ്ലൈഡ് ഷോ, അതായത് നെറ്റ്വർക്ക് വഴി ചെയ്യാൻ പറ്റുന്നതിനാണ് ബ്രോഡ്കാസ്റ്റ് സ്ലൈഡ് ഷോ എന്ന് പറയാം. ഇതിലില്ല മാത്രം ഓപ്ഷനാണ് കേട്ടോ, പഴയ വേർഷനിലില്ല. പവർ പോയിന്റ് ബ്രോഡ്കാസ്റ്റ് സർവീസ് ഈസ് പബ്ലിക് സർവീസ് ഫോർ യൂസേഴ്സ് ഓഫ് പവർ പോയിന്റ് 2010 ഉള്ളത്. അന്ന് ഞാൻ ക്ലാസ് എടുത്ത 2007 ആണ്. ഇപ്പോൾ 2010 ഒരു അധികം ഓപ്ഷൻ വന്നത് പവർ പോയിന്റ് ബ്രോഡ്കാസ്റ്റ് സർവീസ്. എനിവൺ ഹു റിസീവ് ദി ലിങ്ക് ടു ബ്രോഡ്കാസ്റ്റ് മേ വാച്ച്. യു വിൽ നീഡ് എ വിൻഡോസ് ലൈവ് ID. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പവർ പോയിന്റ് ബ്രോഡ്കാസ്റ്റ് സർവീസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളെ പ്രസന്റേഷൻ റിമോട്ടിലുള്ള ഒരാൾക്ക് നെറ്റ്വർക്ക് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏത്, ബ്രോഡ്കാസ്റ്റ് സ്ലൈഡ് ഷോ. ഇത് 2010 വേർഷനിലേ ഉള്ളൂ. അന്ന് ഞാൻ ക്ലാസ് എടുത്ത ഇത് 2007 ആയിരുന്നു. ആ വേർഷനിൽ ഈ ഓപ്ഷൻ ഇല്ല. അപ്പോൾ
സ്ലൈഡ് ഷോ ഓപ്ഷൻസ് ചോദിച്ചെങ്കിൽ മാത്രം ഏതെല്ലാണ് ഫ്രം ബിഗനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, ബ്രോഡ്കാസ്റ്റ് ഷോ, നെക്സ്റ്റ് കസ്റ്റം സ്ലൈഡ് ഷോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് മാത്രം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കസ്റ്റം സ്ലൈഡ് ഷോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റ് ഓർ പ്ലേ എ കസ്റ്റം സ്ലൈഡ് ഷോ. കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഓർ പ്ലേ എ കസ്റ്റം സ്ലൈഡ് ഷോ. നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റം സ്ലൈഡ് ഷോ. അപ്പോൾ എ കസ്റ്റം സ്ലൈഡ് ഷോ ഡിസ്പ്ലേ ഓൺലി ദി സ്ലൈഡ് യു സെലക്ട്. നമ്മൾ സെലക്ട് ചെയ്ത സ്ലൈഡ് മാത്രം പ്രസന്റ് ചെയ്യുന്നതിനാണ് പറയുന്നത് എന്ത് കസ്റ്റം സ്ലൈഡ് ഷോ. ഇതാണ് കസ്റ്റം സ്ലൈഡ് ഷോ ഡിസ്പ്ലേസ് ഓൺലി ദി സ്ലൈഡ്സ് യു സെലക്ട്. ദിസ് എനേബിൾ you to have a several different shows, for example 30-minute show and 60-minute show within the same presentation. But this enables you to have a several different show. അതായത് 30 മിനിറ്റിൽ ഇത്രയും സ്ലൈഡ് ചെയ്യണം, 60 മിനിറ്റിൽ വേറൊരു ഷോ ചെയ്യണം, അങ്ങനെയെല്ലാം ചെയ്യണമെങ്കിലാണ് എന്ത് ഇത് കസ്റ്റം സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കസ്റ്റം സ്ലൈഡിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ക്രിയേറ്റ് ഓർ പ്ലേ എ കസ്റ്റം സ്ലൈഡ് ഷോ. A custom slideshow displays only the slides you select. Like custom slideshow displays only the slide you select. This enables you to have several different shows. For example, a 30-minute show, a 60-minute show, etc. അങ്ങനെയുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റം. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ക്ലിക്ക് കസ്റ്റം സ്ലൈഡ് ഷോ, ദെൻ കസ്റ്റം ഷോസ്. അടുത്തത് എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്? കസ്റ്റം ഷോസ് ക്ലിക്ക് ചെയ്യുക. കസ്റ്റം സ്ലൈഡ് ഷോ ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കസ്റ്റം സ്ലൈഡ് ഷോ ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ ആ ഡയലോഗ് ബോക്സിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ കസ്റ്റം ഷോസ് എന്ന ഹെഡിങ് വന്നത് കസ്റ്റം ഷോസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് വന്നു. അതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ക്ലിക്ക് ന്യൂ ബട്ടൺ, ക്ലിക്ക് ന്യൂ ബട്ടൺ. കസ്റ്റം ഷോസിൽ ക്ലിക്ക് ന്യൂ ബട്ടൺ. ദെൻ ആ കസ്റ്റം ഷോ നമുക്കൊരു ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞിട്ടൊരു കൊടുക്കാം. ഫസ്റ്റ് ഷോ ഏതെല്ലാം ടൈലിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത 9 സ്ലൈഡ് ഉണ്ട് അല്ലേ? ഞാനിപ്പോൾ 9 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഈ ടൈറ്റിൽ സ്ലൈഡും ആഡ് പവർ ഇതും ഈ മൂന്നാമത്തെ സ്ലൈഡും 5-ാമത്തെ സ്ലൈഡും 7-ാമത്തെ സ്ലൈഡ് വേണ്ടെന്ന് വെച്ചോ. 9-ാമത്തെ നമുക്ക് ഓട് വിവരം വെക്കാം അല്ലേ? ഇത്രയും ടൈറ്റിൽ സ്ലൈഡ്, പവർ പോയിന്റ്, കമ്പാരിസൺ, സ്ലൈഡ് 7, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഈ 4-5 സ്ലൈഡ് മാത്രമേ എനിക്ക് ഫസ്റ്റ് കാണണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ന്യൂ പുതിയൊരു സ്ലൈഡ് ഷോ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് ഒന്ന് നമ്മൾ എടുത്തു അല്ലേ? 2 എടുക്കുക, 4 എടുക്കുക, 6 എടുക്കുക, 8 എടുക്കുക. ഓക്കെ. അപ്പോൾ 2 എന്ത് ചെയ്തു? 2 ഷോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ക്ലോസ്. പിന്നെ ഈ സ്ലൈഡ് 2 കണ്ടന്റിന് വരും, ടൈറ്റിൽ ഓൺലി വന്നു, കമ്പാരിസൺ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഇത്രയും സ്ലൈഡേ വന്നു. അത് നമുക്ക് ഓരോന്നായിട്ട് കാണണമെങ്കിലോ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷോസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഷോ ഉണ്ട്. ഫസ്റ്റ് ഷോ കൊടുത്ത ആ സ്ലൈഡ്സ് ഫസ്റ്റ് ഷോ കൊടുത്ത സ്ലൈഡ്സ് മാത്രം വരും. ഇനി സ്ലൈഡിൽ നമ്മൾ സെക്കൻഡ് ഷോ എടുത്താൽ സെക്കൻഡിൽ കൊടുത്ത ഷോസ് മാത്രം. അപ്പോൾ നമുക്ക് എത്ര ടൈൽസ് അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ നേരം കുറേ പ്രസൻറ്റേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമില്ലത് മാത്രം ഷോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കസ്റ്റം ഷോ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമില്ല കസ്റ്റംസ് ഷോസ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഇത് ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്താണ് കസ്റ്റം ഷോ എന്ന് ഞാൻ ഡെഫിനേഷൻ പറഞ്ഞു, അത് ഹൗ ടു ക്രിയേറ്റ് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ലാബ് കിട്ടുമ്പോൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ് മാത്രം പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത് കസ്റ്റം സ്ലൈഡ് ഷോ. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത്? സ്ലൈഡ് ഷോയിൽ എന്തെല്ലാം സ്ലൈഡ് ഷോൻ്റെ ഓപ്ഷൻസ് ഫ്രം ബിഗനിങ്, പിന്നെ അതിൻ്റെ ഷോർട്ട് കട്ടാണ് F5. ഞാൻ F5 അടിച്ചല്ലേ. ഫ്രം ബിഗനിങ് പറഞ്ഞാൽ സ്ലൈഡ് ഷോയിലാണ് ഷോ കാണുക. ഫ്രം ബിഗനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, ബ്രോഡ്കാസ്റ്റ് സ്ലൈഡ് ഷോ, നെക്സ്റ്റ് കസ്റ്റം സ്ലൈഡ് ഷോ, നെക്സ്റ്റ് സെറ്റപ്പ് സ്ലൈഡ് ഷോ. നമുക്ക് എങ്ങനെയെല്ലാം സെറ്റപ്പ് ചെയ്യാം? വാട്ട് ആർ ദി ഓപ്ഷൻസ് അവൈലബിൾ ഓൺ സെറ്റപ്പ് സ്ലൈഡ് ഷോ? സെറ്റപ്പ് സ്ലൈഡ് ഷോ എന്താണ്? സെറ്റപ്പ് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഫോർ ദി സ്ലൈഡ് ഷോ സച്ച് ആസ് ഹിസ്കോ മോഡ്. ഇങ്ങനെ എന്തെല്ലോ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് അറിയില്ല, എന്നാലും പറഞ്ഞുതരാം. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ്
സ്ലൈഡ് ഷോ സച്ചാസ് നോക്കാം എന്താ സംഭവം. ഇതിൽ നമുക്ക് ഇഷ്ടമില്ല. ഡീഫോൾട്ടായിട്ട് പ്രസന്റ് ബൈ എ ഫുൾ സ്ക്രീൻ ആയിട്ട് ഉണ്ടാവുക. ബ്രൗസ് ബൈ ഇൻഡിവിജ്വൽ വിൻഡോ, ബ്രൗസ്ഡ് ബൈ ഫുൾ സ്ക്രീൻ, ഏത് രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഷോ ടൈപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഷോ ടൈപ്പ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഷോ സ്ലൈഡ്സ്, കസ്റ്റം സ്ലൈഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലല്ലോ. ഇത് നമുക്ക് ബിഗിനിങ്ങും സ്റ്റോപ്പും. ഇപ്പം നമുക്ക് 5ാമത്തെ സ്ലൈഡ് മുതൽ 9ാമത്തെ സ്ലൈഡ് വേണ്ടെങ്കിൽ ഫ്രം 2 to 5 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. 2 to 9 മതി. അതാണ് സ്ലൈഡ് ഷോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റം ഷോനെ ഇവിടെ സെറ്റ് ചെയ്തതുകൊണ്ട് അതും ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ആ കസ്റ്റം ഷോ ഇവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ സ്ലൈഡിൻ്റെ സെറ്റിങ്സ്, അഡ്വാൻസ് സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ഷോ, സ്ലൈഡ് ഷോ. ലൂപ്പ് കണ്ടിന്യൂസ്ലി എസ്കേപ്പ് എന്ന്. അപ്പോൾ ഇതിലെന്തെല്ലാം വരുന്നത്? ഷോ ടൈപ്പ് വേണമെങ്കിൽ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാം. പ്രസൻറ്റഡ് ബൈ സ്പീക്കർ, ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, ബ്രൗസ്ഡ് അറ്റ് കിസോക്ക്, ഫുൾ സ്ക്രീൻ ആയിട്ട് വേണമെങ്കിൽ. അത്രയും ഷോ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഷോ സ്ലൈഡ് എന്ന് പറയുന്ന അടുത്ത ഓപ്ഷനിൽ എന്തെല്ലാം പറയാം? അതിൽ ഓള്, ഫ്രം, കസ്റ്റം ഷോ. ഓൾ കൊടുത്താൽ എല്ലാം ഓട്ടോമാറ്റിക്. ഡീഫോൾട്ടായിട്ട് ഈ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, എല്ലാ സ്ലൈഡും ഓട്ടോമാറ്റിക് വരും. ഫ്രം ടു കൊടുത്താൽ നമുക്ക് ഇന്ന സ്ലൈഡ് മുതൽ ഇന്ന സ്ലൈഡ് വരെ. പിന്നെ കസ്റ്റം ഷോസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച കസ്റ്റം ഷോസ് ഉണ്ടാവും, അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഷോ ഓപ്ഷൻസിൽ വരുന്നത് എന്താണ്? എസ്കേപ്പ് കീ പ്രസ് ചെയ്യുന്നവരെ, അങ്ങനെയല്ല നമ്മൾ ഡീഫോൾട്ടായിട്ട് അതാ വരുന്നത്. ഷോ വിത്തൗട്ട് നറേഷൻ ആ ഒരു സൗണ്ടൊന്നും ഇല്ലാണ്ട്. ഷോ വിത്തൗട്ട് ആനിമേഷൻ, നമുക്ക് ആനിമേഷൻ കൊടുത്തിട്ടും ആനിമേഷൻ ഇല്ലാണ്ട് വേണമെങ്കിൽ ഷോ വിത്തൗട്ട് ആനിമേഷൻ കൊടുക്കുക. പെൻ കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതായത് പെൻ കളർ നമുക്ക് ഇങ്ങനെ ഒരു പെന്നിൽ ഇട്ട് വെക്കാൻ പറ്റും, അതിൻ്റെ കളർ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്യാം. അപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് സെറ്റപ്പ് ഷോ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ. പിന്നെ ഹൈഡ് സ്ലൈഡ്, ഹൈഡ് ദി കറണ്ട് സ്ലൈഡ് ഫ്രം ദി പ്രസൻറ്റേഷൻ, ഇറ്റ് വിൽ നോട്ട് ബി ഷോൺ ഡ്യൂറിങ് ദി ഫുൾ സ്ക്രീൻ സ്ലൈഡ് ഷോ. നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡും അൺഹൈഡും ചെയ്യുന്നു. ഇതാ ഇവിടുന്ന് ഇതൊരു ഇതാ നമ്മൾ ഹൈഡ് ചെയ്ത് ഇപ്പം ഈ സ്ലൈഡിലായില്ലേ, അത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ക്ലിക്ക് ചെയ്താൽ മതി. അൺഹൈഡ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. ഹൈഡ് ചെയ്യണമെങ്കിൽ മാത്രം. അതാണ് ഹൈഡ് ആൻഡ് അൺഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. സ്ലൈഡ് ഷോയിൽ വരുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, ബ്രോഡ്കാസ്റ്റ് സ്ലൈഡ് ഷോ, കസ്റ്റം സ്ലൈഡ് ഷോ, സെറ്റപ്പ് സ്ലൈഡ് ഷോ, ഹൈഡ് ആൻഡ് സൈഡ്. ഇനി റിഹേഴ്സ് ടൈമിംഗ്. Start a full screen slideshow in which you can rehearse your presentation. Rehearse the amount of time you spend on each slide is recorded and you can save those timing to run the show automatically in the future. അപ്പോൾ ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഇതവിടെ കണ്ട. നമുക്കിപ്പോൾ ഈ സ്ലൈഡിനെ പറ്റിയിട്ട് പറയേണ്ടതെല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത്രയും ടൈമിംഗ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ആ സ്ലൈഡ് അത്രയും വരെ ചെയ്യുന്നതിനെയാണ് റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറയുന്നത്. This total time of show has been you want to keep the new slide timing is when use this slide. ഓരോന്നിനും ഇത്ര ടൈമിംഗ് സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിന് 3 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തു. ഇതിന് വേണമെങ്കിൽ റിഹേഴ്സ് ടൈമിങ് ഒരു 4 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ കണ്ടാ ആ ടൈമിങ് ഇതിന് വരുന്നുണ്ട്. ഇതിന് വേറെ ടൈമിംഗ് വേണമെങ്കിൽ അങ്ങനെ ഓരോ സ്ലൈഡും ഇത്ര ടൈം. അത് നമുക്കിപ്പോൾ ക്ലാസ് എല്ലാം എടുക്കുമ്പം ആ ടൈം ഫിക്സ് പിന്നെ എന്താണ് സ്ലൈഡ് അവിടെ കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് കാത്തു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടൈമിംഗ് വേണമെങ്കിൽ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറയാം, റിഹാർസർ ടൈമിംഗ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ചെയ്യണമെങ്കിൽ
ഓക്കെ, അതാണ് റിഹേഴ്സ് ടൈമിങ്. റെക്കോർഡ് സ്ലൈഡ് ഷോ. Start a recording from beginning. Click here to choose where you start a record to clear recorded timing and arrange. ഇപ്പോൾ റെക്കോർഡിങ് നമുക്കത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ഹിയർ ടു ചൂസ് വേർ യു സ്റ്റാർട്ട് ദി റെക്കോർഡിംഗ് ഓർ ക്ലിയർ റെക്കോർഡിംഗ് ടൈമിംഗ് ആൻഡ് നറേഷൻ. അങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതും റെക്കോർഡിംഗ് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ്, ഈ ടൈമിംഗ് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഇന്ന ടൈമിൽ ഇത്ര സമയത്ത് ചെയ്യണം എന്നില്ല, ഇത് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, ഇതെല്ലാം പിന്നെ അഡ്വാൻസ്ഡ് ഓപ്ഷനാണ്. നിങ്ങൾ എന്ത് ചോദിച്ച സ്ലൈഡ് ഷോ ചോദിച്ചെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഓക്കെ. സ്ലൈഡ് ഷോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്തെല്ലാമാണ്? സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം recording slide, start recording from beginning, record audio narration, laser point scenes and animation timing or playback during slide show. നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന പറയണല്ലേ. വേണമെങ്കിൽ F1 അടിച്ചിട്ടൊന്ന് നോക്കാം. ഡൗട്ടില്ലത് വേണമെങ്കിൽ ഇങ്ങനെ F1 അടിച്ചാൽ അതിൻ്റെ ഹെൽപ്പ് കിട്ടുമേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നു. ജസ്റ്റ് ഒരു അരമണിക്കൂർ ക്ലാസ് മാത്രം എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനിയിപ്പം പവർ പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളത് ഇനി വ്യൂസ് പറയാനുണ്ടല്ലേ. നോർമൽ വ്യൂ. നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് വ്യൂസും കൂടെ പറയാം. വ്യൂസിൽ വരുന്നത് നോർമൽ വ്യൂ, വ്യൂ ദി പ്രസന്റേഷൻ ഇൻ നോർമൽ വ്യൂ. ഇതാണ് നോർമൽ വ്യൂ. നോർമൽ വ്യൂ. സ്ലൈഡ് ഷൂട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നേരത്തെ എടുത്തത് സ്ലൈഡ് ഷൂട്ടർ വ്യൂ ആ വന്നത് അല്ലേ. സ്ലൈഡ് ഷൂട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ വ്യൂ വരും എല്ലാം ഒന്നിച്ച്. വ്യൂ ദി പ്രസന്റേഷൻ ഇൻ സ്ലൈഡ് ഷൂട്ടർ വ്യൂ ടു ഈസിലി റീഅറേഞ്ച് സ്ലൈഡ്. സ്ലൈഡിനെ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇത് യൂസ് ചെയ്താൽ മതി. ഏത്? സ്ലൈഡ് ഷൂട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ പേര് മാത്രം വ്യൂവിൽ വരുന്നതാണ്. നോർമൽ വ്യൂ, സ്ലൈഡ് ഷൂട്ടർ വ്യൂ. നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ നോർമൽ വ്യൂ ദി പ്രസന്റേഷൻ ഇൻ നോർമൽ വ്യൂ. സ്ലൈഡ് ഷൂട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂ ദി പ്രസന്റേഷൻ ഇൻ സ്ലൈഡ് ഷൂട്ടർ വ്യൂ ടു ഈസി റീഅറേഞ്ച് സ്ലൈഡ്. ഇനി സ്ലൈഡ് നോട്ട് പേജ് വ്യൂ. വ്യൂ ദി നോട്ട് പേജ് ടു എഡിറ്റ് ദി സ്പീക്കർ നോട്ട്സ് ആസ് ദേ വിൽ ലുക്ക് ഇൻ യുവർ പ്രിന്റ് ഔട്ട്. അതായത് അതിനെന്തെങ്കിലും സ്ലൈഡിന് നോട്ട്സ് എല്ലാം കൊടുത്തു വെക്കണമെങ്കിൽ ചെയ്യാം. അതാണ് നോട്ട് പേജ് എന്ന് പറഞ്ഞിട്ട് വരിക. നോട്ട്സ് എല്ലാം വേണം കൊടുക്കണമെങ്കിൽ. അതാണ് ഏത്? നോട്ട്സ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോർമൽ വ്യൂ ആണ് ഇത്. റീഡിംഗ് വ്യൂ. റീഡിംഗ് വ്യൂ പറഞ്ഞാൽ വ്യൂ. റീഡിംഗ് വ്യൂ വലിയ വായിക്കുന്ന ആ ടൈപ്പിലൊരു വ്യൂ, അതാണ് റീഡിംഗ് വ്യൂ. നോർമൽ വ്യൂ, സ്ലൈഡ് ഷൂട്ടർ വ്യൂ, റീഡിംഗ് വ്യൂ. വ്യൂ ദി പ്രസന്റേഷൻ ആസ് എ സ്ലൈഡ് ഷോ ദാറ്റ് ഈസ് ഫസ്റ്റ് വിത്ത് ഇൻ വിൻഡോ. സ്ലൈഡ് ഷോന്റെ പ്രസന്റേഷൻ പോലെ കാണിക്കുന്ന വ്യൂ ആണ് റീഡിംഗ് വ്യൂ. ഇതിന്റെ തിയറി ഇങ്ങനെ എഴുതണ്ട്. നോർമൽ വ്യൂ, വ്യൂ ദി പ്രസന്റേഷൻ ഇൻ നോർമൽ വ്യൂ. അടുത്ത വ്യൂ സ്ലൈഡ് ഷൂട്ടർ വ്യൂ, വ്യൂ ദി പ്രസന്റേഷൻ ഇൻ ദി slide shooter view to easy rearrange slides. Next note page view. View the notes page to edit the speaker notes as they look when you print out them. പ്രിന്റ് ഔട്ട് എല്ലാം എടുക്കുമ്പോൾ നോട്ടായിട്ട് അടിയിൽ വരണമെങ്കിൽ. റീഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാലോ വ്യൂ ദി പ്രസന്റേഷൻ ആസ് എ സ്ലൈഡ് ഷോ ദാറ്റ് ഫിറ്റ്സ് വിത്തിൻ എ വിൻഡോ. ഫിറ്റ്സിൻ്റെ വിത്ത് ഒരു വിൻഡോൻ്റെ അടുത്ത് ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യൂ പറയുന്നതാണ് ഇത്. സ്ലൈഡ് ഷോ ആണ് അതിൽ കാണിക്കുക. അതാണ് റീഡിംഗ് വ്യൂ. ഇനി മാസ്റ്റർ വ്യൂസ്. സ്ലൈഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ടേ
നമുക്ക് എന്തെല്ലോ സ്ലൈഡ് മാസ്റ്ററിൽ സ്ലൈഡ് മാസ്റ്റർ സെപ്പറേറ്റ് എടുക്കുക കേട്ടോ. സ്ലൈഡ് മാസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ, നമുക്ക് സ്ലൈഡ് മാസ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പവർ പോയിന്റ് ഒരു 3 ക്ലാസ് കൊണ്ട് നിർത്താൻ പോരാ അല്ലേ. പിന്നെ ഇനി പേജ് മേക്കർ ഉണ്ട്, പിന്നെ ടാലി ആണുള്ളത്, അത് വേറെ ടീച്ചർ കൊണ്ട് എടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് എടുക്കാം. എല്ലാം ഒന്നിച്ച് പറയുന്നില്ല. ഇല്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ലേഔട്ട് മാത്രമേ പറഞ്ഞത്. ഓക്കെ.